ഹലോ ഞാൻ സഹല. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ ചാനലിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് എൻ്റെ ഡെസ്ക് സെറ്റപ്പ് ഓർ ഡെസ്ക് ടൂർ. അങ്ങനെ ഇപ്പോൾ ഫൈനലി ഇത് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലുള്ള ഡെസ്കിൻ്റെ ടൂറാണ് കേട്ടോ. അതാണ് നമ്മൾ അധികം വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നതും എൻ്റെ ഹോസ്റ്റൽ റൂമിലുള്ള ഡെസ്ക് ടൂറാണ്. അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വീട്ടിലുള്ളത് ഞാൻ ഇനി വീട്ടിൽ പോകുമ്പോഴൊക്കെ കാണിക്കാം. ഹോസ്റ്റൽ റൂം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പരിമിതികളും അതിൻ്റേതായ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരിക്കും. നമ്മളെ വീട്ടിലെ പോലെ ഒന്നുമല്ല. പെയിൻ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, കർട്ടൻസ് ഇതെല്ലാം നമ്മൾ നമുക്കായിട്ട് തന്നെ ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. എൻ്റെ ഡെസ്ക് എങ്ങനെയാണ്, ഡെസ്കിൽ എന്തൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എല്ലാം കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്കിൻ്റെ ഒരു വ്യൂ. എനിക്കൊരു ബ്ലൂ കളർ ചെയറാണ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ ഒരു ടേബിളും. ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെ സ്വന്തം സാധനങ്ങളാണ്. ഇത് രണ്ടും മാത്രമേ ഈ ഒരു റൂമിലുള്ളായിരുന്നുള്ളൂ. അതുപോലെ എനിക്കൊട്ടും ഈ ഒരു മിനിമൽസ് ആയിട്ടുള്ള ടേബിൾസൊന്നും സെറ്റപ്പൊന്നും അധികം ഇഷ്ടമല്ല. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫീല് വരില്ല. എനിക്ക് കുറച്ച് ഫില്ലായിരിക്കുന്ന ടേബിൾസൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇത് കണ്ടാലൊരു മെസ്സി ആയിട്ടൊക്കെ തോന്നാം, ബട്ട് അല്ല കേട്ടോ. എനിക്കിങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ വോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു കൊറിയൻ ബാഗ് ഉണ്ട്, പിന്നെ ഒരു പൗച്ച് ഉണ്ട്, എൻ്റെ മേക്കപ്പ് പൗച്ചാണത്. അത് ഞാൻ പുതിയത് വാങ്ങിയതാണ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വോൾ ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു മണി പ്ലാന്റിൽ നിന്നാണ്. അപ്പോൾ ഇതെൻ്റെ ന്യൂ പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ പുതിയതായിട്ട് ഒരു പ്ലാന്റ് അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു പേരൊക്കെ സജസ്റ്റ് ചെയ്താലും നമുക്കിനി വരുന്ന വീഡിയോസിലെല്ലാം ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പേര് കമൻറ്റ് ബോക്സിൽ പറയുക. അതിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ പേര് നമ്മൾ എടുക്കുന്നതായിരിക്കും. അതുപോലെ ഇതൊരു മൊബൈൽ സ്റ്റാൻഡാണ്. അതുപോലെ ഈ ഒരു മാറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ഒരു കോർണറിലായിട്ട്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷെറിൻ എനിക്ക് പൈൻകോൺ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പൈൻകോൺ. ഞാൻ ഇതുവരെ റിയൽ ലൈഫിൽ ഇത്രയും വലിയ പൈൻകോൺ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതായിരുന്നു ആയിരിക്കുന്നത്. അതുപോലെ പിന്നെ ഇവിടെ ആയിട്ട് എൻ്റെ 2 നോട്ട്സ് ഉണ്ട്. ഇതിൽ ഞാൻ ടു ഡു ലിസ്റ്റും അതുപോലെ എപ്പോഴും യൂസ് ചെയ്യുന്ന നോട്ടാണ്. പിന്നെ ഉള്ളത് വേറൊരു ഫോൺ സ്റ്റാൻഡാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് കാലമായി യൂസ് ചെയ്യുന്നത്. കേടുവരാനൊക്കെ ആയിട്ടുണ്ട്, ബട്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ചാർജിങ് പ്ലഗ് പോയിൻ്റൊക്കെ അടുത്തായതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് ചാർജിങ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ടേബിളിൻ്റെ സെൻറ്ററിൽ തന്നെ ഞാൻ എന്താണ് ചെയ്യാൽ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ള് ലാപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലാപ്ടോപ്പാണ്, കീബോർഡാണ് ഉള്ളത്. ഈ ഒരു കീബോർഡ് നല്ല സൂത്തിങ് ആണ് ഇത് വെച്ച് നോക്കാൻ. ലാപ്പിൻ്റെ കീബോർഡ് നമ്മൾ അധികം യൂസ് ചെയ്താൽ അത് ഡാമേജൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ഒരു കീബോർഡ് വാങ്ങിച്ചിട്ടുള്ളത്. അതും യുൻസി കീബോർഡ് എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ക്യൂട്ട് കീബോർഡാണ്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലാപ്പ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിലുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ലാപ്പ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പൈൻകോൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് മിറർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ഹെയർ ക്ലോ ഉണ്ട്. അതെൻ്റെ ഷോപ്പിലുള്ള ക്ലിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഷോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേപ്പർ ക്ലിപ്പ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു പൗച്ച് ഉണ്ട്. ഈ പൗച്ചിൽ സ്റ്റിക്കേഴ്സും കുഞ്ഞു സ്റ്റാമ്പുകളൊക്കെയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും എടുക്കുന്ന സ്റ്റിക്കി നോട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടെഡി ബിയർ ഉണ്ട്. ഇത് എനിക്ക് സ്റ്റേഷനറി പാലിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഒരു പൗച്ചാണ് കേട്ടോ ഉള്ളത്. അതിൽ മെയിൻലി എൻ്റെ ഷോപ്പിലെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു ബ്രെഡിൻ്റെ ഒരു സ്റ്റിക്കി നോട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ തന്നെ ഉള്ളത്. ഞാൻ ഇതുപോലെ ടു ഡു ലിസ്റ്റെല്ലാം എഴുതി സ്റ്റിക്ക് ചെയ്യുന്നതാണ് വാളിലെല്ലാം. പിന്നെ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള ഈ ഒരു ടൈമർ. അപ്പോൾ ഞാനിതിൽ ബാറ്ററി ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത് വർക്ക് ആവാത്തത്. ബാറ്ററി ഇട്ടാൽ നല്ല സൂപ്പറായിട്ട് വർക്ക് ആവുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സൈഡിൽ വെക്കുന്നതാണ്. പിന്നെ എൻ്റെ ഈ ഒരു മ്യൂസിക് ബോക്സാണിത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല സൂത്തിങ് ആണ്. ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എൻ്റെ 2 ഓർഗനൈസറാണ്. അതിൽ പെന്നും പെൻസിലും അതുപോലെ ഹൈലൈറ്റേഴ്സും എല്ലാം ഞാൻ ഇട്ട് വെക്കുന്നതാണ്. നല്ല യൂസ്ഫുള്ളാണ്. ഇത് ജേർണൽസിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ.
പിന്നെ ഇതിൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സ്റ്റഫുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാന്ന് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കത് ലിങ്കൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പുള്ള ജേർണൽ സ്റ്റേഷനറി സപ്ലൈസിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടാൽ മതി. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. അൺബോക്സിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അത്രയാണ് ആ ഒരു ഓർഗനൈസറിലുള്ളത്. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. അത് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണെന്നൊന്നുമല്ല, എനിക്ക് വെള്ളം എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റേഷനറി പാലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനറി പാലിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസ് എല്ലാം ഉണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു പെൻ ഹോൾഡറാണ്. അപ്പോൾ ഇതിലും ഒരുപാട് സപ്ലൈസ് ഉണ്ട്. മെയിൻലി പെൻ ആൻഡ് പെൻസിൽ, ഹൈലൈറ്റേഴ്സ്, അതുപോലെ സിസേഴ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഇതിലെല്ലാം ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൽ ബ്രഷസ് ഉണ്ട് കേട്ടോ. ബ്രഷ് ഞാൻ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ അതെല്ലാം ഉണ്ട്. പിന്നെ ഉള്ളത് ആ ഒരു സൈഡിലായിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നൊരു പോക്കറ്റ് വാച്ച് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വിൻറ്റേജ് ടൈപ്പിലുള്ള, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതും ഞാൻ ആ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ലാസ്റ്റിലുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഈ ഒരു ജാറിൽ ഏറ്റവും ഹൈറ്റ് വരുന്ന സപ്ലൈസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയ ബ്രഷ്, അതുപോലെ സ്കെയില്, സിസേഴ്സ്, കട്ടേഴ്സ് എല്ലാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. ഈ ഒരു മെയിൻലി ഈ ഒരു ജാറിൽ എന്താണെന്ന് വെച്ചാൽ സീഷെൽസ് ആണ്. അപ്പോൾ ഞാനിത് പോണ്ടിച്ചേരി പോയപ്പോൾ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും എനിക്ക് സീഷെൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോണ്ടിച്ചേരി പോയപ്പോൾ വാങ്ങിച്ചതല്ല, കടലിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കുറേ ഉണ്ട് ആക്ച്വലി, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ DIY വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഞാൻ ഈടായിട്ട് ഒരുപാട് DIY വീഡിയോസ് വീട്ടിൽ നിന്നെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ, ഷോർട്സിലാണുള്ളത്. നോട്ടിഫിക്കേഷൻ വരാൻ നല്ല ചാൻസ് കുറവാണ്. അപ്പോൾ എല്ലാവരും പോയി ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സീസെൽസൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ചുള്ള നെക്ലേസ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നെക്ലേസൊക്കെ എൻ്റെ ഷോപ്പിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഷോപ്പ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഞാൻ ഇത് വെച്ച് ബ്രേസ്ലെറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഷോപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാണ് ഈ ഒരു ജോറിലുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് എൻ്റെ എയർഡോപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബോട്ട് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർഡോപ്പാണ്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് എൻ്റെ സ്പീക്കറാണ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇത് മ്യൂസൺ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് മനസ്സിലാവുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു ഹൈലൈറ്റർ സെറ്റാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഹൈലൈറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് അതിങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഞാൻ വോളിലൊരു സ്റ്റിക്കി നോട്ടും വെച്ചിട്ടുണ്ട്. ആ ഒരു കോർണറിൽ ഒരു ബട്ടർഫ്ലൈൻ്റെ ആണ്. സ്റ്റിക്കി നോട്ടല്ല, കൈൻഡ് ഓഫ് എ സ്റ്റിക്കി നോട്ട്. അപ്പോൾ അതും അവിടെ ഉണ്ട്. അപ്പോൾ അത്രയും ആ കോർണറിലുള്ളത്. പിന്നെ വരുന്നത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബുക്സാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഉള്ളത് എൻ്റെ പേഴ്സണൽ ഡയറിയാണ്. അപ്പോൾ ഇത് ലോക്കാണ്, നമ്മളങ്ങനെ ആർക്കും ഓപ്പണിങ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഞാനിതിങ്ങനെ ലോക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റത്തത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എൻ്റെ ബുള്ളറ്റ് ജേർണലാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ബുള്ളറ്റ് ജേർണലൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്യണമെന്ന് കരുതി 2024 എടുത്ത് വെച്ച സാധനമാണ്, പുതിയ സാധനമാണ്. ഇതുവരെ ഒരു ജേർണലിംഗ് പോലും ബുള്ളറ്റ് ജേർണൽ ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലെല്ലാം ബുള്ളറ്റ് ജേർണലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാനതൊക്കെ ഒരുപാട് ചെയ്തിരുന്ന ആളാണ്. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് എനിക്കൊരു പൗച്ചുണ്ട്. ഇതിലെൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് എല്ലാം വെക്കുന്നതാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് ബാൻഡേജസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതൊരു നോട്ട്ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ കോളേജിലെ നോട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് എഴുതിയ നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അവിടെ ഒരു മൗസ് പാഡ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മുമ്പുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ടെഡി പാറ്റേണിൽ വരുന്ന മൗസ് പാഡാണ്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് എൻ്റെ പൗച്ചസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതും അതുപോലെ പുതിയതായിട്ട് എടുത്ത പൗച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പുതിയ പൗച്ച്, പുതിയ പെന്ന്, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ പുതിയ പൗച്ചൊക്കെ എടുത്താൽ അത് പെട്ടെന്ന് ഡേർട്ടി ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പഴയ പൗച്ചിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ പൗച്ച്. ഞാനൊരു 1 ഇയറോളം ആയി ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത്. നല്ല പൗച്ചാണ്, സ്റ്റേഷനറി പാലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ആകെ ഉള്ളിൽ കളറൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്ന് അലക്കിയെടുത്താൽ അത് കറക്റ്റായി പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ്. നമുക്കത് വാഷ് ചെയ്യാൻ പറ്റുന്ന പൗച്ചാണ്. പിന്നെ വരുന്നത് ഈ ഒരു വലിയ പൗച്ചാണ്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളുന്നതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എൻ്റെ ഒരു ഹൈലൈറ്റേഴ്സും 1-2 ഫാൻസി പെന്നൊക്കെയാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഈ ഒരു ടേബിളിൻ്റെ ടോപ്പിൽ ഉള്ളത്. പിന്നെ ടേബിളിന് ഒരു ഡ്രോവർ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ DIY വീഡിയോസ് എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ ഈ ഡ്രോവറിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് സിസേഴ്സും അതുപോലെ വാഷി ടേപ്പ്, ഗ്ലൂ ഒക്കെയാണുള്ളത്. ഈ ഒരു ഡ്രോവറൊക്കെ എത്ര വൃത്തിയാക്കിയാലും പിന്നെ അതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് ഗിവപ്പായ കാര്യമാണ്. അപ്പോൾ അത്രയാണ് എൻ്റെ ഈ ഒരു ഹോസ്റ്റൽ ഡെസ്ക് ടൂറിലുള്ളത്. അപ്പോൾ വോൾസിൽ എന്തൊക്കെയാണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം വോളും ഐ തിങ്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഡെസ്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാം. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഞാനിത് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ അത് കുറച്ചൊരു പിങ്കി തീമിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്, ഞാൻ എന്നും എഴുതുന്നതായതുകൊണ്ട് തന്നെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയലെല്ലാം നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണാവുന്നതാണ്. അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്കൊരു ഓർഗനൈസർ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളുന്നതാണ്. അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അത് റൂം ടൂറൊക്കെ ആയിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് എൻ്റെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സ്ക്രഞ്ചീസ്, അതുപോലെ ഹെയർ ബൺ, അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത്രയാണ് ടോട്ടൽ എൻ്റെ ആ ഒരു ടേബിൾ കവർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ റൂം കിട്ടിയപ്പോൾ തന്നെ റൂമിൻ്റെ വോൾ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു. ഐ മീൻ പെയിൻ്റൊന്നും പോയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഹൈഡ് ചെയ്യാനും കൂടെയാണ് ഇങ്ങനെ റാൻഡമായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് പേപ്പേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. മറ്റേതിന് ഞാനൊരു ഹാങ്ങർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മീഷോന്ന് എങ്ങനെയാണ് വാങ്ങിച്ചത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ലിങ്ക് കിട്ടിയാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അത്രയാണ് ഈ ഒരു ടോട്ടൽ വീഡിയോ, ഐ മീൻ എൻ്റെ ടോട്ടൽ ഈ ഒരു ഡെസ്കിൽ, ഹോസ്റ്റൽ ഡെസ്കിൽ ഉള്ളത്. എനിക്കറിയാം ഇത് ഒരുപാട് കാര്യമായിട്ടൊന്നും ഇതിലൊന്നും ഇല്ലയെന്ന്. കാരണം ഞാനിനി ഡെസ്ക് ടൂറ്, ഡെസ്ക് മേക്ക് ഓവറൊക്കെ ആയിട്ട് ഇനിയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒരുപാട് പേർക്ക് എൻ്റെ വീട്ടിലുള്ള എൻ്റെ സ്വന്തം ഡെസ്ക് കാണാനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത്. അതെനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ അവിടെ കുറച്ചുകൂടെ ഇതിനേക്കാൾ എസ്തറ്റിക്കാണ്. അപ്പോൾ അത് ഞാൻ ഇനി വീട്ടിൽ പോകുമ്പോൾ എന്തായാലും ഡെസ്ക് ടൂർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ഇനി നെക്സ്റ്റ് എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളതും എല്ലാം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.